രാജ്യത്തെ പൗരന്മാരുടെ സുപ്രധാന തിരിച്ചറിയൽ രേഖയായ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം കൂടുതൽ ലളിതവും വേഗതമേറിയതും സുരക്ഷിതവുമാക്കിക്കൊണ്ട് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. നീണ്ട ക്യൂവിൽ നിന്ന് സമയം പാഴാക്കാതെ പേര്, വിലാസം, ജനനതീയതി, മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായി തിരുത്തുന്നതിനുള്ള സൗകര്യം നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ആധാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക, ഉപയോഗ സൗഹൃദമാക്കുക, കൂടാതെ വിവരങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. പഴയ നിയമങ്ങൾ പ്രകാരം അക്ഷയ കേന്ദ്രങ്ങളിലോ എൻറോൾമെന്റ് സെന്ററുകളിലോ നേരിട്ട് പോകേണ്ടിയിരുന്ന പല പ്രക്രിയകളും ഇനി മുതൽ പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറും. ഒന്നാമത്തേത് ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യൽ. വീട്ടിലിരുന്ന് തിരുത്താവുന്ന നിലയിൽ ആധാർ വിവരങ്ങൾ തിരുത്തുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് എൻറോൾമെന്റ് സെന്ററുകളിലോ സന്ദർശിക്കണമായിരുന്നു ആദ്യകാലങ്ങളിൽ. എന്നാൽ പുതിയ നിയമം വരുന്നതോടെ എല്ലാ പ്രക്രിയകളും ഓൺലൈൻ വഴി പൂർത്തിയാക്കാൻ സാധിക്കും. ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ, അതായത് പേര്, വിലാസം, മറ്റ് വിശദാംശങ്ങൾ എന്നിവ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ് തുടങ്ങിയ അംഗീകൃത സർക്കാർ രേഖകൾ ഉപയോഗിച്ച് UIDAI സിസ്റ്റം അത് യാന്ത്രികമായി പരിശോധിച്ച് ഉറപ്പിക്കും. ഇത് തിരുത്തൽ പ്രക്രിയയെ വേഗതയേറിയതും സുരക്ഷിതവുമാക്കുന്നു. ഫീസിലെ മാറ്റങ്ങൾ, അതായത് വിവിധ ആധാർ സേവനങ്ങൾക്കായി ഈടാക്കുന്ന ഫീസുകളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ ഫീസ് ഘടന താഴെ നൽകുന്നവയാണ്. സേവനം പുതുക്കിയ ഫീസ് പേര്, വിലാസം, മൊബൈൽ നമ്പർ എന്നിവ അപ്ഡേറ്റ് ചെയ്യുന്നതിന് 75 രൂപ. വിരലടയാളം, ഐറിസ് സ്കാൻ, ഫോട്ടോ എന്നിവ അപ്ഡേറ്റ് ചെയ്യുന്നതിന് 125 രൂപ. ആധാർ അപേക്ഷകൾ ചെയ്യുന്നതിന് 40 രൂപ. ഹോം എൻറോൾമെന്റ് സേവനം അതേ വിലാസത്തിലെ അതേ വ്യക്തിക്ക് 700 രൂപ. അധികമായി വരുന്ന ഓരോ വ്യക്തിക്കും 350 രൂപ. കുട്ടികൾക്ക് അത് സൗജന്യമാണ്. അതായത് 5 മുതൽ 7 വയസ്സ് വരെയും 15 മുതൽ 17 വയസ്സ് വരെയും പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ബയോമെട്രിക് അപ്ഡേറ്റുകൾ ഫീസ് ഈടാക്കുന്നതല്ല. സൗജന്യ ഡോക്യുമെന്റ് അപ്ഡേറ്റ് കാലാവധി അത് 2026 ജൂൺ 14 വരെ ഓൺലൈനായുള്ള ഡോക്യുമെന്റ് അപ്ഡേറ്റുകൾ സൗജന്യമായിരിക്കും. ഈ കാലയളവിന് ശേഷം എൻറോൾമെന്റ് സെന്ററുകളിൽ ഇതിന് 75 രൂപ ചെലവാകും. രണ്ടാമതായി ആധാർ പാൻ ലിങ്കിങ് നിർബന്ധമാക്കുന്നതാണ്. സമയപരിധി ശ്രദ്ധിക്കുക. അതായത് നികുതി സംബന്ധമായ കാര്യങ്ങൾക്ക് വളരെ നിർണായകമായ ആധാർ പാൻ ലിങ്കിങ് കർശനമായി നടപ്പിലാക്കാനും പുതിയ നിയമങ്ങളിൽ ഊന്നൽ നൽകാനും ഇവ സഹായിക്കുന്നു. അവസാന തീയതി പാൻ കാർഡ് ഉള്ള ഓരോ വ്യക്തിക്കും 2025 ഡിസംബർ 31 തന്നെ അവരുടെ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കണം. വീഴ്ച വന്നാൽ അതായത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലിങ്കിങ് പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ 2026 ജനുവരി 1 മുതൽ പാൻ കാർഡ് നിഷ്ക്രിയമാകും. ഇത് സാമ്പത്തിക, നികുതി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പാൻ കാർഡ് ഉപയോഗശൂന്യമാകുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. പുതിയ അപേക്ഷകർക്ക്, അതായത് പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് പ്രക്രിയയുടെ ഭാഗമായി ആധാർ പരിശോധന അത്യാവശ്യമാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, KYC പ്രക്രിയ ലളിതമാക്കി. ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കുമുള്ള KYC നടപടിക്രമം ലളിതമാക്കാനും UIDAI തീരുമാനിച്ചു. ഇത് ഉപഭോക്താക്കൾക്ക് സ്ഥാപനങ്ങൾക്കും ഒരുപോലെ സമയം ലാഭിക്കാനും സഹായിക്കും. KYC പൂർത്തിയാക്കാൻ ഇനി താഴെ പറയുന്ന 3 വഴികൾ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ആധാർ OTP പരിശോധന. മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ച ആധാർ ഉപയോഗിച്ച് ഒറ്റത്തവണ പാസ്വേഡ് വഴി KYC പൂർത്തിയാക്കാം. വീഡിയോ KYC വിദൂര സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ഉപഭോക്താക്കൾക്ക് വീഡിയോ കോൾ വഴി വിവരങ്ങൾ പരിശോധിച്ച് KYC പൂർത്തിയാക്കാൻ സാധിക്കും. നേരിട്ടുള്ള പരിശോധന വഴിയും KYC നടപടികൾ പൂർത്തിയാക്കാം. ഈ പുതിയ മാറ്റങ്ങൾ ജനങ്ങളുടെ സമയം ലാഭിക്കുന്നതിനും ആധാർ വിവരങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ സർക്കാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും സഹായിക്കുന്നതാണ്. നവംബർ 1 മുതൽ നിലവിൽ വരുന്ന ഓരോ മാറ്റങ്ങളെക്കുറിച്ച് ഓരോ ആധാർ ഉടമയും ബോധവാന്മാരായിരിക്കേണ്ടതും അത്യാവശ്യമാണ്.